ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമലയും മാലതിയും കൂടെ സംസാരിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് കമല പറയുന്നുണ്ട്, എനിക്കിവിടെ നേരമൊന്നും പോകുന്നില്ല മാലതി അടുത്തി, ഭയങ്കര ബോറിംഗ് ആണ്, ഒന്നും ചെയ്യാനില്ല. പിള്ളേർ സ്കൂളിൽ പോയി തുടങ്ങി, കോളേജിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ തിരുപ്പാണെന്നൊക്കെ പറയട്ടോ. ഈ സമയം മാലതി പറയാണ്, ആണോ, എനിക്ക് എൻ്റെ വീട്ടിൽ ഇപ്പോൾ 30 പണിയുണ്ട്, എൻ്റെ വീട്ടിൽ എന്തോരം ചെടികളാണെന്നോ, അങ്ങനെയൊക്കെ നട്ട് വളർത്തിയാൽ മതി, അപ്പം പിന്നെ അതുങ്ങളൊക്കെ നോക്കാമല്ലോ എന്നൊക്കെ പറയും. അപ്പം മനുവിൻ്റെ സിസ്റ്റർ അവിടെ ഫോൺ നോക്കിയിരിക്കുകയാണ്. ഇവിടെ ഏത് നേരം നോക്കിയാലും ഫോണിലാണല്ലേ, സ്ക്രീൻ ടൈം കുറയ്ക്കണം കേട്ടോ എന്നൊക്കെ മാലതി പറയും. ഈ സമയത്ത് ഹരി വന്നിട്ട് എന്തൊക്കെയാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കേണ്ടത് ചോദിക്കുമ്പോൾ, നീ സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് വിളിക്കുക, അപ്പം ഞാൻ പറയാം, എന്നാൽ പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ആ ശരി ശരി എന്ന് പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവുകയാണേ. അങ്ങനെ ഇവർ സംസാരങ്ങളൊക്കെ തുടങ്ങാനായിട്ട് ബാലേന്ദ്രൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയോ ഗംഗേട്ടാന്ന് ചോദിക്കുകയാണ്. ബാലേന്ദ്രൻ്റെ അവസ്ഥയല്ലേ ഇപ്പോൾ, വൈജയന്തിൻ്റെ അവസ്ഥ എന്താണെന്ന് കമലൊന്ന് പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, വൈജയന്തിക്ക് ഇപ്പോൾ ആകെ ഒരേ ഒരു കുഴപ്പമുള്ളൂ, അലീന, അവൾ മാത്രമേ കുഴപ്പമുള്ളൂ, വേറൊരു പ്രശ്നം വൈജയന്തിക്കുള്ളതായിട്ട് എനിക്കറിയില്ല എന്ന് പറയാൻ കേട്ടോ. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ഗംഗാധരൻ ചോദിക്കുകയാണ്. വീട്ടിൽ നിർത്താൻ കൊള്ളത്തില്ല അങ്ങനെയാണ് എന്ന് പറയട്ടോ. ആരാണ് അലീനയെ കൊണ്ടുവരാനായിട്ട് നിർബന്ധം പിടിച്ചത്? അച്ഛൻ തന്നെയാണ് കഴക്കൂട്ടത്ത് പോയിട്ട് അലീനയെ ബുക്ക് ചെയ്ത് പോകുന്നത് എന്ന് പറയാം കേട്ടോ. അതിന് അച്ഛൻ മരിച്ച് 3-4 ദിവസം കഴിഞ്ഞിട്ടല്ലേ അലീന വന്നത്. പക്ഷേ അപ്പോൾ അലീനയെ പോയി കൊണ്ടുവന്നത് ആരാന്ന് ചോദിക്കും കേട്ടോ ഗംഗാധരൻ. അലീനയെ കൊണ്ടുവന്നത് മനുവാണ്. അപ്പം മനുവിനോട് നിങ്ങൾ പറഞ്ഞില്ലേ വേണ്ടാന്ന്? ഞാനും വൈജിയും കാല് പിടിച്ച് പറഞ്ഞതാ, കഴക്കൂട്ടത്ത് പോയിട്ടില്ല അലീനെ കൊണ്ടുവരണ്ടാന്ന്. അപ്പം മനു എന്താ പറഞ്ഞത്? മനു പറഞ്ഞതേ അച്ഛൻ്റെ അത്യാഭിലാഷമാണ്, അതുകൊണ്ട് നിർബന്ധമായിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് അവളെങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷേ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലാന്നേ, ഒന്നും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു തെറ്റായ രീതിയിലുള്ള സംസാരവും കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അലീനനെ കുറ്റം പറയുകയാണേ. എന്നിട്ട് പറയുന്നുണ്ട് മോഷണവും അതുപോലെ തന്നെ വേറെ പല കുറ്റങ്ങളും അവളുടെ ഇതിലുണ്ട്. അപ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നത്, ഇവിടെ നിന്ന് എത്ര സ്വർണം അലീന മോഷ്ടിച്ചു, എത്ര പണം നഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കമൽ പറയും, അത് ഇവിടെ നിന്നൊന്നും മോഷ്ടിച്ചിട്ടില്ല. ബാലേന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് എത്ര സ്വർണം പോയി, എന്തോരം പണം നഷ്ടപ്പെട്ടു അലീന വഴിയും ചോദിക്കുകയാണ്. അത് കറക്റ്റായിട്ടൊന്നും അറിയില്ല, പക്ഷേ അതൊക്കെ വൈജയന്തിക്ക് അറിയുള്ളൂ എന്ന് കമല പറയട്ടോ. അപ്പോൾ അറിയാത്ത കാര്യങ്ങളാണ് ഇങ്ങനെ പറയുന്നത് അല്ലേ എന്ന് പറയണ്ടേ. വൈജയന്തിക്ക് അവളെ തീരെ ഇഷ്ടമല്ല. ആ എരുതിയിൽ കമല എടുത്തി എണ്ണ ഒഴിച്ചു കൊടുത്ത് ആളെ കത്തിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ല അങ്ങനെയല്ല, അതെ ഞാനൊരു കാര്യം പറയാം, മറ്റുള്ളവരുടെ വേദന നമ്മൾ കാണുമ്പോഴേ നമുക്ക് നല്ല സുഖം, പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് അത് ശരിക്കും ഒരു വേദന തന്നെയാണ് എന്ന് പറയുകയാണേ. അപ്പോൾ കമലയ്ക്ക് ഉത്തരമൊന്നുമില്ല കേട്ടോ. അപ്പോൾ മാലതി പറയാണ്, അതെ നമ്മൾ മനസ്സ് വെച്ചാൽ മാത്രമേ ബാലേന്ദ്രൻ്റെ കുടുംബം ഇനി രക്ഷപ്പെടുകയുള്ളൂ, അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന് പറയുമ്പോൾ കമലയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ കമല പെട്ടെന്ന്, അതെ ഞാൻ ഹരിക്ക് സൂപ്പർ മാർക്കറ്റിൽ എന്തൊക്കെ വേണമെന്ന് ഒന്ന് വിളിച്ച് പറഞ്ഞു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കമല അവിടെ നിന്ന് പോവുകയാണേ. അപ്പോൾ കമലയ്ക്ക് അതിൽ താല്പര്യമില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം ബബീനായിട്ട് മനു വരികയാണ്. അപ്പോൾ ഉറങ്ങാണോ എന്ന് മനു സിസ്റ്ററോട് ചോദിക്കുമ്പോഴേക്കും ബാലേന്ദ്രൻ പറയും, ഉറങ്ങുന്നല്ല, കണ്ണടച്ച് കിടന്നിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്ന് പറയും. അപ്പം മനു പറയും, കണ്ണടച്ച് കിടന്നാൽ എങ്ങനെയാണെങ്കിലേ കാഴ്ചകൾ കാണുന്നത്? നമ്മുടെ ഫ്ലാഷ് ബാക്ക് കാണാലോ, നമ്മളെ ആദ്യം തുടങ്ങി നമ്മുടെ ജീവിതം തുടങ്ങുന്നതും അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട്, അങ്കിൾ ഇങ്ങനെ കിടന്നുകൊണ്ട് കാഴ്ചകൾ കണ്ട് രസിക്കുകയാണല്ലേ എന്ന് പറയാൻ. രസിക്കാൻ പറ്റിയ കാഴ്ചകളാണോ അതെനിക്കറിയില്ല എന്ന് പറയാം കേട്ടോ. എന്തായാലും ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകാം, കണ്ണടച്ചാൽ ഒരുപാട് കാഴ്ചകൾ കാണാം എന്ന് പറയുകയാണ്. പിന്നെ പറയുന്നുണ്ട്, പിന്നെ നമ്മളിങ്ങനെ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ഫ്ലാഷ് ബാക്ക് നോക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും മനസ്സിലായാലോ എന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോൾ ബബിയാണെന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ നിൽക്കാനായിട്ട് ബബിനോട് പറഞ്ഞു, മോൾ എന്തിനാണ് വന്നത്? അച്ഛൻ വീട്ടിലേക്ക് വരുമല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയുകയാണേ. ഈ സമയം ബബി ചോദിക്കുന്നുണ്ട്, അച്ഛൻ നല്ല സ്ട്രോങ് ആയിരുന്നല്ലോ, കോണിപ്പടിയൊക്കെ ചാടി ഓടി കയറുന്നതായിരുന്നല്ലോ, പിന്നെ എന്താ അച്ഛൻ ഇങ്ങനെ പെട്ടെന്ന് അറ്റാക്ക് വരാനുള്ള കാരണം എന്ന് പറയുകയാണേ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അച്ഛൻ്റെ ഹൃദയം മുറിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അറിയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹൃദയം ഒന്ന് പൊട്ടിപ്പോകും, അതൊന്ന് തുന്നി കൂട്ടി വെച്ച് പിന്നെ നമ്മളിങ്ങനെ പഞ്ചപുച്ഛമടക്കി ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ നിന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ നമ്മൾ മണ്ടന്മാരായിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് തിരിച്ചറിയണ്ടേ? അതെ തിരിച്ചറിയണം, അതിനുള്ള അവസരമാണ് ഇനി വരുന്നത് എന്നൊക്കെ പറയൂട്ടോ. അപ്പോൾ ബബിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം മനു ബബിനോട് ചോദിക്കും, എന്തെങ്കിലും മനസ്സിലായോ? അപ്പോൾ ഇല്ലയെന്നിങ്ങനെ പറയൂട്ടോ. അപ്പോൾ ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാതെ എങ്ങനെ പറയുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കാര്യം തന്നെ നോക്കൂ, നിങ്ങൾ രാവിലെ സ്കൂളിൽ പോകുന്നു, വൈകിട്ട് വരുന്നു, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, വീണ്ടും സ്കൂളിൽ പോകുന്നു, അത് തന്നെയാണോ സത്യത്തിൽ നടക്കുന്നത് എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ ബബിനോട് ചോദിക്കുമ്പോൾ ബബി ഇങ്ങനെ അത് തന്നെയാണ് നടക്കുന്നത്,
ആണോ, ഉറപ്പാണോ എന്ന് ചോദിക്കുന്നു ബാലേന്ദ്രൻ. അപ്പോൾ ആ അതെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാസ്വേഡ് മാറ്റിയിട്ട് ആ ഫോണിൻ്റെ ലോക്ക് മാറ്റിയിട്ട് ആ ഒരു ഫോൺ എൻ്റെ കയ്യിൽ താന്ന് പറയും കേട്ടോ. അപ്പോൾ ബാബിക്കാണെന്നുണ്ടെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ട് ആ ഫോൺ കൊടുക്കാനായിട്ട്. ബാബി ഇങ്ങനെ ഫോൺ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ബലം പ്രയോഗിച്ച് ഇങ്ങനെ നിൽക്കുകയാണേ. മനു ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊടുക്കുമോ ഇല്ലേ എന്ന് അറിയാനായിട്ട് ബാബീനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ബാബി കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കയ്യിൽ തന്നെ പിടിച്ചിരിക്കുകയാണേ. അവസാനം ബാബി ആ ഫോൺ അങ്ങ് കൊടുക്കാണ് ലോക്ക് മാറ്റിയിട്ട്. കാരണം വേറെ നിവർത്തിയില്ല, മനു ഉണ്ട്, അച്ഛൻ ചോദിച്ചിട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആ ഒരു ഫോൺ വാങ്ങിച്ച് നോക്കുകയാണേ. വാങ്ങിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ബാലേന്ദ്രൻ ചിരിക്കുകയാണ് ആ ഫോൺ നോക്കിയിട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വാട്സപ്പ് ലോക്ക്, മെസ്സേജ് ലോക്ക്, ഗാലറി ലോക്ക്, ഇൻസ്റ്റാഗ്രാം ലോക്ക്, എല്ലാത്തിലും ലോക്ക് അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മനു അന്തം വിട്ടിട്ട് ബാബിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ബാബിയാണെന്നുണ്ടെങ്കിൽ ആകെ നിന്ന നിൽപ്പിൽ ഇങ്ങനെ വയർത്ത് ഉരുകുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞിട്ട് ബാബിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ബാബി ഒന്നും മിണ്ടാതെ തല മുമ്പിട്ട് നിൽക്കുകയാണേ. അപ്പോൾ ബാബിനോട് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, ഒരുപാട് രഹസ്യങ്ങളുണ്ട് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടില്ല. മാനുവിനാണെന്നുണ്ടെങ്കിൽ കാര്യം ഏറെക്കുറെ മനസ്സിലാവാണ്. എന്നിട്ട് ആ ഫോൺ ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുകയാണ്. ബാബിക്കാണെന്നുണ്ടെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇനി ഞാൻ 1ാം ക്ലാസ്സിൽ ചേരാൻ പോകാം എന്ന് പറയട്ടെ. അപ്പോൾ എന്താണ് മനസ്സിലാവേണ്ട മാനുവിനെ നോക്കുകയാണേ. കാരണം എല്ലാ കാര്യങ്ങളും ഒന്നിൽ നിന്ന് തുടങ്ങാൻ പോകാൻ ഞാൻ പഠിക്കണ്ടേ എനിക്ക് എന്ന് ഇങ്ങനെ പറയട്ടോ. അപ്പോൾ മനുവിനാണെന്നുണ്ടെങ്കിൽ ഒരു ബാലേന്ദ്രൻ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ബാലേന്ദ്രനെ ഹൃദയം വേദനിക്കുന്ന എന്തോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് മനുവിന് മനസ്സിലാവണേ. അപ്പോൾ അങ്കിൾ പറയുന്ന കാര്യങ്ങളൊന്നും തൊട്ടും തൊടാതെയാണല്ലോ പറയുന്നത്. ആ അതെ, അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് പറയും. അപ്പോൾ ബാബി ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്നാ നീ ഡിസ്ചാർജ് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഞാൻ എപ്പോൾ വേണമെങ്കിലും റെഡിയാണ്, ഡോക്ടർമാർ പറയട്ടെ. ഡോക്ടർമാർ പറഞ്ഞാൽ അപ്പം ഞാൻ വീട്ടിലേക്ക് വരാം എന്ന് പറയുകയാണേ. അപ്പോൾ ശരി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണേ. അപ്പോൾ ഞങ്ങളിനി പോട്ടെ, ഞാൻ ബബിതനെ കൊണ്ടുവന്നാക്കിയിട്ട് വരട്ടെ എന്ന് പറയുകയാണേ. ശരി എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ മനു എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിക്കാൻ കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവൾക്ക് പോണ വഴിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ട് കൊണ്ടുപോകണം കേട്ടോ. ശരി അങ്കിളെ, ഞാൻ ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ രണ്ടുപേരും കൂടെ പോവുകയാണ്. ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ കെടുക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് രാത്രി മുത്തശ്ശിക്ക് ഭക്ഷണം ഒക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് അലീന ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഈ ബെൽറ്റ് മാറ്റി കഴിഞ്ഞാലേ അസലായിട്ട് നടക്കാമെന്ന് പറയുകയാണെ. അതിന് ഡോക്ടർ എടുത്ത് പോകണ്ടേ, ഡോക്ടർ എടുത്ത് പോയിട്ട് മാറ്റിയാൽ മതി. വൈജ ഹോസ്പിറ്റലല്ലേ, മേഡം വരട്ടെ എന്നിട്ട് പോയാൽ മതി എന്ന് പറയണേ. അപ്പോൾ അലീന ഇങ്ങനെ എടുക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും ബാബി വരികയാണേ. എൻ്റെ ബാബി മുത്തശ്ശിനോട് അറിയും, ഹോസ്പിറ്റലിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, നാളെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരും എന്ന് പറയുകയാണെ. അപ്പോൾ മുത്തശ്ശിക്ക് സന്തോഷം. ആണോ, നാളെ വരുമോ എന്ന് ചോദിക്കുകയാണ്. നാളെ വരും, ഇവിടെയൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിടാനായിട്ട് അമ്മ പറഞ്ഞു, അതിന് വേണ്ടിയിട്ടാണ് അമ്മ വിളിച്ച് പറഞ്ഞതെന്ന് പറയും കേട്ടോ. അപ്പോൾ അത് അലീനയ്ക്കുള്ള പള്ളിയാണ്. അപ്പോൾ അലീന ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എത്ര ദിവസമായി അവൻ ഈ വീട്ടിൽ നിന്ന് പോയിട്ട് എന്ന് പറയും. അങ്ങനെ മുത്തശ്ശിയും ഉറങ്ങാൻ പോവുകയാണ്. അതുപോലെ തന്നെ അലീന നല്ലപോലെ പ്രാർത്ഥിച്ചിട്ടൊക്കെ കെടുക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഡിസ്ചാർജിൻ്റെ സമയമായപ്പോൾ പിന്നെ വൈജയന്തി കയറാണ് കേട്ടോ അകത്തേക്ക്. നമ്മളെ കൃഷ്ണമോളും ഉണ്ട്. അപ്പോൾ വൈജയന്തിനെ മുഖത്ത് പോലും നോക്കുന്നില്ല കേട്ടോ, അത്രയും ദേഷ്യം മുഖത്ത് വെച്ചിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് എഴുതി തന്നിട്ടുണ്ട്, മനസ്സിലായി എന്ന് പറയും കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യട്ടെ എന്ന് പറയും. അപ്പോൾ അതിനും ഒരു മൂളൽ മാത്രം കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾക്ക് കാര്യം മനസ്സിലാവാണ്. കൃഷ്ണമോൾ വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ബില്ല് കൊണ്ട് മനു വരികയാണ് കേട്ടോ. അപ്പോൾ ബില്ല് വാങ്ങാനായിട്ട് വൈജയന്തി കൈ നീട്ടുന്ന വഴിക്ക് ബാലേന്ദ്രൻ അത് പറിച്ച് വാങ്ങാണേ. അപ്പോൾ വൈജയന്തി ചോദിക്കുകയാണ്, മനു ഞാനല്ലേ ബില്ലിന് വേണ്ടിയിട്ട് ആദ്യം കൈ നീട്ടിയത് എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും ബാലേന്ദ്രൻ ദേഷ്യം വന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. അതിനെന്താടി കുഴപ്പം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഞാൻ വാങ്ങിച്ചുകൊണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണേ. അപ്പോൾ മനു അങ്കിളെ എന്തത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അല്ല ഇതെന്തത്, എന്നെ കാണുന്നത് ഇഷ്ടമല്ല, എന്നോട് മിണ്ടുന്നത് ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമല്ല, എന്തെങ്കിലും ഒരു കാരണം വേണ്ടെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു, അതെ എനിക്കിഷ്ടമല്ല, നിന്നെ കാണുന്നത് ഇഷ്ടമല്ല, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും, ഇനിയും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണേ. വൈജയന്തി ആകെ വിഷമിച്ച് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഗോവർദ്ധൻ വരികയാണ് കേട്ടോ. അപ്പോൾ ഗോവർദ്ധൻ്റെ കയ്യിൽ ബില്ല് കൊടുക്കുകയാണ്. ബില്ലടച്ചോ, അത് കഴിഞ്ഞിട്ട് ഫാർമസിയിൽ നിന്ന് പോയിട്ട് മെഡിസിൻ വാങ്ങിച്ചോ എന്ന് പറയുമ്പോൾ മെഡിസിൻ്റെ ലിസ്റ്റ് വേഗം തന്നെ മനു എടുത്ത് കൊടുക്കുകയാണ്. വൈജയന്തിനോട് ഒന്നും പറയുന്നില്ല. വൈജയന്തിക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം സങ്കടമൊക്കെ കൊണ്ട് സൈഡിൽ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ്. മനുവിനും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. മനു ആണെന്നുണ്ടെങ്കിൽ ആൻറ്റീനെ നോക്കുന്നുണ്ട്, ഇടയ്ക്കിട്ട് അങ്കിളിനെ നോക്കുന്നുണ്ട്, എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ബാബി അല്ല കൃഷ്ണമോൾ വന്നിട്ട് അച്ഛൻ്റെ കൈ പിടിച്ചിട്ട്, അച്ഛൻ എന്താ പെട്ടെന്ന് ഇങ്ങനെ എന്ന് പറയുന്നത്, ദേഷ്യപ്പെടുകയാണല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, അച്ഛൻ്റെ ഹൃദയം മുറിഞ്ഞു പോയിരിക്കുകയാണ് മോളെ, അത് ഡോക്ടർമാർ തുന്നിക്കെട്ടി വെച്ചിരിക്കുകയാണ്,
അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് അച്ഛൻ ദേഷ്യപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ട് നിൽക്കൂട്ടോ. വൈജയന്തി അങ്ങനെ നിൽക്കുകയാണേ. പിന്നെ ഡോക്ടർ വരികയാണേ. ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താ ആരും ഒന്നും മിണ്ടാത്തത്, ഒരു സന്തോഷമില്ലല്ലോ ഡിസ്ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വൈജയന്തി നീങ്ങി നിൽക്കുന്നുണ്ട്. ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ ആ വൈജയന്തിയോടുള്ള ദേഷ്യം കടിച്ച് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുകയാണേ, വീട്ടിൽ ചെന്നിട്ട് ഫുൾ ബെഡ് റെസ്റ്റ് വേണം. പിന്നെ അറിയാലോ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ, മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യേണ്ട, മനസ്സ് വേദനിപ്പിക്കുന്നതായിട്ടുള്ള രീതിയിലുള്ള ആൾക്കാരെ കാണുകയോ പറയുകയോ മിണ്ടുകയോ അങ്ങനെയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ ഇങ്ങനെ ചിരിക്കണം. കാരണം വേദനിപ്പിക്കുന്ന ആൾക്കാർ തന്നെയാണല്ലോ കൂടെ ഉള്ളതെന്നുള്ള രീതിയിൽ. പിന്നെ പറയുന്നുണ്ട്, ഇപ്പോഴത്തുള്ള ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് വേറെ എവിടെയെങ്കിലും നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സാധ്യമാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്തു നോക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം മനുണ്ട്. അങ്ങനെ നമ്മളെ വൈജയന്തിയോട് പറയാണ്, ഒന്ന് റൂം വരെ ഒന്ന് വരുമോ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയും. അപ്പോൾ വൈജയന്തി ശരി എന്ന് പറഞ്ഞിട്ട് പോകാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പോകണോ വേണ്ടേ, ബാലേന്ദ്രൻ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പം മനു വൈജയന്തിയുടെ അടുത്ത് വന്നിട്ട് പറയും, ആൻറ്റി ഡോക്ടർ ചെല്ലാൻ പറഞ്ഞില്ലേ, ചെല്ല് എന്ന് പറയും കേട്ടോ. ബാലേന്ദ്രൻ ഒന്ന് തറപ്പിച്ച് നോക്കിയ ശേഷം പോകാൻ കേട്ടോ വൈജയന്തി. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ മനുവിനാണെന്നുണ്ടെങ്കിൽ കുറേ സംശയങ്ങൾ കേട്ടോ. ഇത് ഇങ്ങനെ എന്താണെന്ന് അറിയാണ്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് മനു. പിന്നെ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ എന്താ പേരും ചോദിക്കുമ്പോൾ വൈജയന്തി എന്നാണ് പേര്, വർക്ക് ചെയ്യുന്നത് ബാങ്കിലാണ്, ബാങ്കിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ബാലേന്ദ്രൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ അറിയാലോ, ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്തിരിക്കുകയാണ്. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇനിയും ചെയ്യാനുണ്ട്, പക്ഷേ അത് ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റൂല, ആളുടെ ഹൃദയം തകരുന്ന രീതിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുകയാണെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുന്നത്, എൻ്റെ അറിവിലൊരു പ്രശ്നമില്ല എന്നൊക്കെ വൈജയന്തി പറയും കേട്ടോ. നിങ്ങളുടെ അറിവിൽ ഇല്ലായിരിക്കും, പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉള്ളിൽ വെച്ച് നടക്കുകയാണ് എന്നൊക്കെ പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പിന്നെ പ്രമോല് കാണിച്ചിട്ടുള്ളത് ബാലേന്ദ്രൻ തിരികെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഇനി പുതിയൊരു ജീവിതം തുടങ്ങാണ്, പുതിയ കാര്യങ്ങൾ തുടങ്ങാണ്, ഒന്നേന്ന് തുടങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുവിനോട് പറയുന്നുണ്ട്. പിന്നെ വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ പറയുന്നു, എന്തായാലും ഇവിടെ അങ്ങനെ നോട്ടെ, അവിടെ ചെല്ലുമ്പോൾ ഞാൻ തന്നെ നോക്കണ്ടേ എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. വന്ന് വാതിൽ തുറക്കുന്നത് അലീനയാണ് കേട്ടോ. അലീനനെ കണ്ട വഴിക്ക് തന്നെ വൈജയന്തിയുടെ മുഖം മങ്ങാണ്. മാത്രമല്ല ബാലചന്ദ്രനും അലീനയെ ഒഴിവാക്കുന്ന രീതിയിൽ, അലീന ചിരിച്ചെങ്കിലും കൂടിയിട്ട് അലീനയുടെ മുഖത്ത് നോക്കിയേ ചിരിക്കുകയോ ചെയ്യാതെ ഇങ്ങനെ അകത്തേക്ക് പോവുകയാണ്. പിന്നെ ഈ റൂം വേണ്ടാന്ന് പറയാണ്, ബെഡ്റൂം. അപ്പോൾ ഇതെൻ്റെ ബെഡ്റൂമല്ല എന്ന് പറയും. അപ്പോൾ വൈജയന്തി ചോദിക്കും, ഇത് ആരെ ബെഡ്റൂമാണ്? പിന്നെ ഇത് എൻ്റെ ബെഡ്റൂമല്ല, എൻ്റെ ബെഡ്റൂം ഞാൻ മുകളിലേക്ക് ആക്കി എന്ന് പറയും കേട്ടോ. പിന്നെ പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ കുഞ്ഞിരാമ മേനോൻ ഉണ്ടാക്കിയ വീടൊന്നുമല്ലത്, ഇവിടെ എവിടെ താമസിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. എന്നിട്ട് മുകളിലേക്ക് പോകാണ്ട് എനിക്ക് തോന്നുന്നു രോഹിത്തിൻ്റെ റൂമിലേക്ക് എങ്ങാനാവും മാറിയിട്ടുള്ളത്. പിന്നെ അലീനനെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ അവോയ്ഡ് ചെയ്യാണ് കേട്ടോ. കൃഷ്ണമോളാണ് ബാലേന്ദ്രനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.